മിരിയാം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ സഹോദരന്മാരായ മോശയോടും അഹരോനോടും ഒപ്പം നിന്ന ധീര വനിത. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നപ്പോൾ മിരിയം തപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും അവളുടെ പിന്നാലെ ചെന്നു. രൂത്ത് നവോമി. യഹോവയോടും അമ്മാവിയമ്മയായ നവോമിയോടുള്ള ഇഷ്ടം കാരണം തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദദേശത്തെത്തിയ നവോമിയ സ്ത്രീയായ രൂത്ത് തന്റെ മോവാബ്യ സ്ത്രീയായ രൂത്ത് തന്റെ ദൈവ താല്പര്യവും കഠിനാധ്വാനവും വിശ്വസ്തയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്നം. മരുമക്കളിൽ ഒരാളായ ഓർപ്പ തന്റെ ജനത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയപ്പോൾ രൂത്ത് അമ്മാവിയമായ നവോമിയോട് പറ്റി നിന്നു. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചു അടക്കപ്പെടും എന്ന ഉറച്ച നിലപാടോട് സ്വീകരിച്ച രൂത്ത് മരുമക്കൾക്കൊരു മാതൃകയാണ്. എസ്തർ. അഹശ്വേരോഷ് രാജാവിന്റെ ഭാര്യ എസ്തർ തന്റെ രാജ്ഞി പദത്തിലും കൊട്ടാരത്തിലെ സുഖലോലുപതയിൽ ഒന്നും മതിമറന്ന് ആഹ്ലാദിക്കാതിരുന്ന എസ്തർ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും സ്വജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട പ്രൗഢിയും കുലീനയുമായ ഉത്തമ സ്ത്രീ. ഹന്ന. ഇസ്രായേൽ ജനത്തിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായിരുന്ന ശൗമേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന. ഹന്നായുടെ മടുത്തുപോകാത്ത പ്രാർത്ഥനയും ത്യാഗ മനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും നാം മാതൃക ആക്കേണ്ടതാണ്. മാർത്തയും മറിയയും. മറിയയും എലിസബത്തും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത ആദ്യ വനിത. സ്വന്തം മകനെ ലോകത്തിന്റെ പാപ പരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറകുടം. യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ എത്തിയ യോഹന്നാന് ജന്മം കൊടുത്ത എലിസബത്ത്. ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കർത്താവിന്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവളുമായ ഉത്തമ സ്ത്രീ. മാർത്തയും മറിയയും. യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിയായ മാർത്തയും മറിയയും യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ. പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി വരുന്ന മാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു. മാർത്തയുടെ അതിഥി സൽക്കാരം ഏതൊരു സ്ത്രീക്കും മാതൃക ആക്കാവുന്നതാണ്. ക്രിസ്തീയ ജീവിതത്തിൽ സഹോദരിമാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യവും ഉള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും നന്മ ഉപദേശിക്കുന്നവരും ആയിരിക്കുന്നു. സദൃശ്യവാക്യം 12:4 ഇങ്ങനെ പറയുന്നു: സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം, അവളുടെ വില മുത്തുകളിലുമേറും. ഈ വചനം ക്ഷമയോടും സ്നേഹത്തോടും സഹകരിച്ച എല്ലാവരോടും ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ വചനം പോലെ ആയിരിക്കട്ടെ ഈ സ്കിറ്റിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സഭയിലെ മാന്യ സഹോദരിമാരും. സ്തോത്രം.